അതെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നങ്ങൾ എന്ന്? പക്ഷേ സത്യം എന്താണെന്നറിയുമോ? ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരങ്ങൾ എല്ലാം പ്രതിസന്ധിയുടെ വേഷമണിഞ്ഞാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രതിസന്ധികളെ എങ്ങനെ അവസരങ്ങളാക്കാം എന്നതാണ്. അപ്പോൾ വാച്ച് ദിസ് വീഡിയോ ഫുൾ. പ്രകൃതിയിലേക്ക് നോക്കുക. പറിച്ചെറിയാൻ ശ്രമിച്ചാലും അറ്റിച്ചേർന്ന് നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. മേഘത്തിൽ അല്ല, മേഘത്തിന് മീതെ പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾക്കായി കൂട് കെട്ടുമ്പോൾ ആദ്യം പാകുന്നത് മുള്ളുകളാണ്. അതിനുശേഷം ശിഖരങ്ങളും കല്ലുകളും കൂർത്ത വസ്തുക്കളും, അതിൻ്റെ മുകളിൽ പഞ്ഞിയും കമ്പിളിനാരുകളും, ശേഷം മൃദുലമുള്ള തൂവലുകളും പാകും. ഇതിനു മുകളിലാണ് മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പിറന്ന് സുഖപ്രദമായി കൂട്ടിൽ വളരുവാൻ തുടങ്ങും. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ആഹാരവും എല്ലാം കഴുകൻ കൂട്ടിൽ എത്തിക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങളുടെ ചിറകുകൾ ശക്തിപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പതുക്കെ കഴുകൻ കൂട് ഇളക്കുവാൻ തുടങ്ങുന്നു. ആദ്യം തുവലുകൾ മാറ്റും, പിന്നീട് വസ്തുക്കൾ ഓരോന്നായി പതുക്കെ നീക്കി ആ കൂട് വാസയോഗ്യമല്ലാതാക്കും. അതോടെ ഉയരമുള്ള കൂട്ടിൽ നിന്നും അമ്മ ഒരു പരിശീലകയുടെ സ്ഥാനത്ത് നിന്ന് പറക്കുവാൻ ശീലിപ്പിക്കും. പറക്കുവാൻ മടിക്കുന്നവയെ താഴോട്ട് തള്ളിയിടും. പെട്ടെന്നുള്ള ആഘാതത്തിൽ മടങ്ങിയിരിക്കുന്ന ചിറകുകൾ വിടരുന്നു. അങ്ങനെ ചിറകടിച്ച് ആ കുഞ്ഞ് പൊക്കമുള്ള ഏതേലും മരത്തിൽ ചെന്നിരിക്കും. താഴോട്ട് തട്ടിയിട്ടില്ലെങ്കിൽ ആ കുഞ്ഞ് ഒരിക്കലും പറക്കാൻ പഠിക്കില്ലെന്ന് ആ അമ്മയ്ക്കറിയാം. നമ്മുടെ കംഫർട്ട് സോണുകളാണ് നമ്മുടെ അഭിവൃദ്ധിക്ക് തടസ്സമാകുന്നതെന്നറിഞ്ഞാൽ ആ കൂട് പതുക്കെ ഇളക്കി മാറ്റാൻ കഴുകന് കഴിയുന്നത് കൊണ്ടാണ് അതിന് പറക്കാനും മറ്റു പക്ഷികളെക്കാൾ മീതെ, മേഘത്തിന് മീതെ പറന്ന് മഴയെ പോലും അതിജീവിക്കാൻ കഴിയുന്നതും. നമ്മുടെ ജീവിതത്തിലും സുഖമുള്ള പ്രതലങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നാം പലപ്പോഴും അസ്വസ്ഥമാകാറുണ്ട്. നാം നമുക്ക് ചുറ്റുമുള്ളവരെ, അതിന് കാരണമായ വ്യക്തികളെയും സാഹചര്യത്തെയും കുറ്റപ്പെടുത്തുകയും പരിതപിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ മാത്രമാണ് ഓരോ മനുഷ്യർക്കും തൻ്റെ മുഴുവൻ ശക്തിയും കഴിവും പ്രയോഗിക്കാനും പ്രകടിപ്പിക്കാനും കഴിയുന്നത്. ആ സമയം ചഞ്ചലപ്പെടാതെ തൻ്റെ ചിറകിൻ്റെ ശക്തി സ്വയം തിരിച്ചറിയാനുള്ള ഒരു പരിശീലന സമയമാണ്. പറക്കുവാൻ തൻ്റെ ചിറകുകൾ പാകപ്പെട്ട് കഴിഞ്ഞു എന്നതിൻ്റെ അടയാളം. എന്നോളം വലിപ്പമില്ലാത്തൊരു കൂട് എനിക്ക് നഷ്ടമായാൽ ഒരു അതിരുകളും ഇല്ലാത്ത ഈ ആകാശം തന്നെ എനിക്ക് സ്വന്തമാകും എന്ന ഒരു തിരിച്ചറിവ്. കടുത്ത ജീവിതാനുഭവങ്ങൾക്ക് നടുവിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങൾ വളരുകയാണ്, കരുത്താർജിക്കുകയാണ്. യെസ്, ഡിവൈൻ മാജിക് ബിഗിൻ നൗ. ലവ് യു ഓൾ, ബി ഹാപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.